എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പാവ് ഭാജിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് കുക്കർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെജിറ്റബിൾസൊക്കെ ഒരു 3-4 വിസിലടുപ്പിച്ചെടുത്ത് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പി. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ബീട്രൂട്ട്, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ഗ്രീൻ പീസ് ഫ്രോസൺ ആണ് കേട്ടോ, ഒരു മീഡിയം സൈസ് തക്കാളി. ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണോളം ബട്ടർ. ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 4-5 പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ പീസ് ഇഞ്ചി. അപ്പോൾ നമ്മൾ സവാളയുടെ കൂട്ടത്തിൽ തന്നെ ചോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് വാടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വാട്ടിക്കൊടുക്കാം. വാടിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 വലിയ സ്പൂണ് പാവ് ബജി മസാല അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താലും മതി. സിമ്പിളാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാടിയതിന് ശേഷം ഇനി ഇതിലേക്ക് തക്കാളി ചോപ്പ് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവയുടെ ഇല ഉണങ്ങിയതുണ്ടല്ലോ, അത് ഒന്ന് വറുത്തിട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിനി നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് 2-3 മിനിറ്റ് നേരം നമുക്കിതിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിന് മുമ്പായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 4-5 വിസിൽ അത്രയും തന്നെ നമുക്ക് ഒന്ന് അടുപ്പിച്ചെടുക്കണം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം. എന്നിട്ട് ഇതാ ഒരു 4-5 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. പ്രഷറൊക്കെ നന്നായിട്ട് പോയി തീർന്നിട്ടുണ്ട്. നമുക്കിനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു മാഷർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കണം, നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്കിതൊന്ന് ചെയ്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ഇതേ രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ആക്കുന്നത്. അപ്പോൾ ബണ്ണിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ചെടുക്കാം. കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഉലുവയുടെ ഇല ഉണ്ടല്ലോ, അത് ഉണക്കി പൊടിച്ചതാണ്, അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ സംഭവമൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം, എന്നാലും ഞാൻ കുക്കറിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന രീതിയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതാ ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബണ്ണൊന്ന് സെറ്റാക്കി എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരല്പം ബട്ടർ ഒഴിച്ചെടുക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുത്തോട്ടോ, ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. ഈ ബണ്ണിലൊന്ന് ഒന്ന് ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ബണ്ണൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിവിടെ ബണ്ണ് കിട്ടുന്നത്. അപ്പോൾ പാവ് ബണ്ണ് ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇതും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിറയെ കറി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ബട്ടറൊക്കെ ഒഴിച്ചെടുത്ത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒനിയനും ചില്ലിയൊക്കെ വെച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ നിറയെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്, സെറ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാവ് ഭാജി റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നവർക്ക് നല്ല വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.